കുറച്ചും കിട്ടുന്നു, ഓരോരുത്തരോരുത്തരും കിട്ടുന്നു. ഒരു ചെയർ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. പിന്നെ മോളെ വന്ന കാരണം 2 ഓപ്പറേഷൻ ട്യൂമർ 2 പ്രാവശ്യം 9 വയസ്സിലെടുത്ത് കളഞ്ഞു. പിന്നെ 2ാമത്തെ സമ്മാനം വന്നപ്പോൾ ഈ മോളിപ്പോൾ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കണം. അറിഞ്ഞിട്ടുണ്ടാവും. പിന്നെ ദുബായി അഷ്റഫിക്കാന്ന് പറഞ്ഞ വീഡിയോ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഫാദി പഞ്ഞാറ് പോയിട്ട് പഞ്ഞാറുള്ള ഫാദി തൃശ്ശൂർ അപ്പോൾ അത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 15 ലക്ഷം ആണ് ഒരു പറഞ്ഞത്. നിങ്ങളുടെ കിഡ്നിയാണോ കൊടുക്കണം? 5 ലക്ഷം. അതിപ്പോ എല്ലാ മോൾക്ക് ഇനി നമുക്ക് താമസിക്കാൻ വീടൊന്നും സൗകര്യമില്ല. അങ്ങനെയല്ല, നിങ്ങളാണോ കിഡ്നി കൊടുക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഇക്ര ഹോസ്പിറ്റലിൽ കാണിച്ചാൽ മതി. ഇക്ര പോയി ഞങ്ങള്. അപ്പൊ അവിടെ 7 മാസം 6 മാസമൊക്കെ കഴിയും നമുക്ക് ചെയ്യാം. മോൾക്ക് ഡയാലിസിസ് നടക്കുന്നത് ഞാൻ ചെയ്ത് കഴിയുമ്പോൾ 7 മാസം വെയിറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. വെയിറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ റെഡിയാക്കി തരാം. മോൾക്ക് ഡയാലിസിസ് കഴിയുമ്പോഴാണ് ഭയങ്കരമായ ബുദ്ധിമുട്ട് വരുന്നത്. അത് കാരണം ഇങ്ങനെ ഒരുപാട് ദിവസം 2-3 പ്രാവശ്യമൊക്കെ ഡയാലിസിസ് നടക്കില്ല. ഇപ്പോൾ ഒരു 10 മാസം പോലെ ഡയാലിസിസ് ചെയ്തുകൊണ്ട് കണ്ടുണ്ടാവും വീട്ടിൽ മോളെ. പക്ഷെ നമ്മളൊന്നും നിർത്തുക. ഹലോ, അസ്സലാമു അലൈക്കും ഡോക്ടർ. ഞാൻ ഫിറോസാണേ. നിങ്ങളെവിടെ സ്ഥലം പറഞ്ഞ? കോഴിക്കോട് കല്ലായി. കോഴിക്കോട് കല്ലായി എന്നൊരു ഉമ്മ വന്നിട്ടുണ്ട് വീട്ടിലെ. അവരുടെ മകൾക്ക് ചെറുപ്പത്തിൽ ബ്രെയിൻ ട്യൂമറൊക്കെ വന്നത്രേ. അപ്പോ അതിന്റെ ഭാഗമായിട്ട് 2 കിഡ്നിയും പോയിട്ടുണ്ട്. അപ്പോ സർജറി ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റ് ആശുപത്രികളിലൊക്കെ പോയപ്പോ 10-15 പറഞ്ഞേക്കണം. അപ്പൊ ഞാൻ ഇക്രയിൽ പോയിക്കൂടെ ചോദിച്ചു. അപ്പൊ ഇക്രയിൽ പോയപ്പോ 7 മാസത്തെ സമയം, അതായത് അത്രയും തിരക്കുണ്ടെന്ന് പറഞ്ഞു. നമുക്കൊന്ന് ഒത്തിരി നേരത്തെ ആക്കി കൊടുക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഉണ്ടല്ലേ? എമർജൻസിക്ക് അനുസരിച്ചിട്ടല്ലേ? സീരിയസ് ആണെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാം അല്ലേ? നിങ്ങൾ അവിടെ കാണിച്ചിട്ടുണ്ടോ? കാണിച്ചോ? ടെസ്റ്റൊക്കെ കഴിഞ്ഞതാണ്. ക്രോസ് മാച്ചിങ് അങ്ങനെ ഒരു ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞതാണ്. അല്ല, അങ്ങനെ ഉണ്ടാവില്ലല്ലോ. അത് നമുക്ക് ഡയാലിസിസ് ചെയ്ത് നെട്ടിക്കൊണ്ടുപോകാലോ. അത് നമുക്ക് ചെയ്യാലേ? അതിന്റെ അനുസരിച്ച് എങ്ങനെയാന്ന് വെച്ചാൽ ചെയ്യാലേ? അതെ 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 അതെ. എന്താ പേര്? മോളെ പേരോ? ഹൈഫ ഹാജറ. ഹൈഫ ഹാജറ. ഡോക്ടർ ഞാൻ വിട്ടുതരാം. പരമാവധി നമുക്ക് എമർജൻസിക്ക് അനുസരിച്ച് ചെയ്യാം അല്ലേ? ഞാൻ പറയാം. അതെ 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 അതെ. ഓക്കെ, ഞാൻ പറയാം എന്നാ. പാവങ്ങളാണേ. ഓക്കെ 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 ഓക്കെ, ശരി ശരി. അതായതേ, നിങ്ങൾ ആശുപത്രിയിൽ പോയിട്ട് ഒന്നുകൂടി കാണിക്കുക. ഇതിനടുത്തേക്ക് നിന്നു. അത് കേൾക്കേണ്ടത് അങ്ങോട്ട് ബാക്കിൽ പോയിട്ട് കാര്യമില്ല. എന്നിട്ട് ഡോക്ടർ പറഞ്ഞെന്താന്ന് വെച്ചാൽ, അവിടെ വന്നിരിക്കുന്ന എല്ലാ രോഗികളും വളരെ സീരിയസ് ആയിട്ടുള്ള ആളുകൾ തന്നെയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത്രയും വെയിറ്റിംഗ് ലിസ്റ്റ് തന്നിട്ടുള്ളത്.
അപ്പൊ നിങ്ങളുടെ കുട്ടിനെ ഒന്നുകൂടി നോക്കിയിട്ട് അവസ്ഥ സീരിയസ് ആണെങ്കിൽ അത് അതിനനുസരിച്ചിട്ടാക്കി തരും. അതല്ലെങ്കിൽ ഒരു 3-4 മാസം വരെയൊക്കെ ഡയാലിസിസ് ചെയ്ത് പോവാ. ഇക്രയിലാകുമ്പോൾ നിങ്ങൾക്ക് വളരെ ചെറിയ പൈസക്ക് കാര്യം നടക്കും. 10-15 ലക്ഷം ഒന്നും വേണ്ട. പൈസ വേണ്ട. പക്ഷേ അവിടെ ഒരു നേരം താമസിക്കുന്നു. ആയിക്കോട്ടെ, താമസിക്കുന്നു പറഞ്ഞിട്ട് 15 ലക്ഷം പുറത്ത് കൊടുക്കണോ? 15 അല്ല പറഞ്ഞത്, കാരണം 5.5 ലക്ഷം മതി. പക്ഷെ അതിന് അത് താമസിക്കാനും നമുക്ക് സ്ഥലമില്ല. അപ്പൊ അവിടെ നിന്ന് നിക്കണം എന്ന് പറഞ്ഞു. ഞാൻ എന്റെ കിഡ്നി കൊടുക്കാൻ അത്ര പൈസ ആവും എനിക്കറിയില്ല. അതാണ് ഞാൻ പറയാൻ കേട്ടാ. നിങ്ങൾക്ക് ഇക്രയിലാകുമ്പോ നിങ്ങൾ തണലിലും അപേക്ഷ കൊടുക്കുക. അതിന്റെ ലിങ്ക് ഞാൻ വിട്ടുതരാം. അപ്പൊ നിങ്ങൾക്ക് ഏറി വന്നാലോ 1.25 ലക്ഷം റുപ്യ 2 ലക്ഷം റുപ്യ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്രശ്നം തീരും. പിന്നെ തുടർ ചികിത്സയല്ലേ, എല്ലാം കൂടി വരുമ്പോ നിങ്ങൾക്ക് ചെറിയ ഒരു ഏകദേശം ഒരു 4-5 ലക്ഷം റുപ്യയിൽ പിടുത്തം പിടിക്കാം. പൈസ കുറച്ചൊക്കെ ഫണ്ടിൽ വന്നിട്ടുണ്ട്. ഷെമീർ കുന്നമംഗലം എടുത്ത വീടാണ്. മൂപ്പര് കുറച്ച് പൈസ 15 ലക്ഷം ഒന്നും നിങ്ങൾക്ക് കിഡ്നി മാറ്റി വെക്കാൻ വേണ്ട. അങ്ങനല്ലേ കൊടുക്കണത്. നിങ്ങൾക്ക് മറ്റേ തണലിലൊക്കെ അപേക്ഷിക്കുകയാണെങ്കിൽ ചികിത്സയും തുടർ ചികിത്സയും എല്ലാം കൂടിയിട്ട് ചിലപ്പോൾ 5 ലക്ഷം റുപ്യയിൽ നിൽക്കും കേട്ടാ. നിങ്ങളവിടെ കാണിക്ക്. നിങ്ങളുടെ മറ്റേ ഡീറ്റെയിൽ എന്തെങ്കിലും ഉണ്ടോ അവിടെ കാണിച്ചതിന്റെ? ഇക്രയിൽ കാണിച്ചതിന്റെ ഉണ്ടോ? ആ കുട്ടിയുടെ പേരും ഡീറ്റെയിൽസ് ആയിട്ടുള്ള തരുമ്പോൾ ഇപ്പൊ നിങ്ങളുടെ അവസ്ഥ നോക്കിയിട്ടേ അവര് പാവങ്ങളാണെങ്കിൽ അതിനനുസരിച്ച് ചെയ്തു തരാന്ന് പറഞ്ഞിട്ട് കേട്ടാ. അപേക്ഷ തന്നോള്. അപേക്ഷയുടെ എഴുതിക്കണേ. അത് വൃത്തിയായിട്ട് എഴുതി ഇവിടെ കൊടുക്കും കേട്ടാ. ഇത് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ 10-15 ലക്ഷം ഒന്നും ചികിത്സക്കില്ല. വെറുതെ പോയിട്ട് ഓരോ ഭാഗത്ത് പോയിട്ട് പെടണ്ട. 5 ലക്ഷമാണ് ഒരു പറഞ്ഞ നമ്മൾ കഴിഞ്ഞ വർഷം. 5 വേണല്ലോ. നിങ്ങൾ കോഴിക്കോട് തന്നെയുള്ള ആളല്ലേ, നിങ്ങൾക്ക് ഏറ്റവും അടുത്ത് ഇക്ര ഹോസ്പിറ്റലല്ലേ. നിങ്ങൾക്ക് എല്ലാം ഒരു 3 ലക്ഷം റുപ്യൻ്റെ ഉള്ളിൽ സർജറിയും കഴിയും. ഒരു 2 ലക്ഷം റുപ്യ ഉണ്ടെങ്കിൽ അവിടെ താമസിച്ച് എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സുഖമായിട്ട് വീട്ടിലേക്ക് പോകാമല്ലോ. ഒരു 5 ലക്ഷം റുപ്യ ഉണ്ടെങ്കിൽ ചികിത്സയും തുടർ ചികിത്സയും എല്ലാം കഴിയുമല്ലോ. ടെൻഷൻ ഇല്ലാതെ വീട്ടിലേക്ക് കൂടെ. മറ്റേ നിങ്ങൾ 5.5 കൊടുത്ത് പിന്നെ ബാക്കി നിങ്ങൾ റൂം എടുത്ത് താമസിച്ച് തുടർ ചികിത്സയൊക്കെ കഴിയുമ്പോൾ അത് 7-8 ആ റേഞ്ചിലേക്കൊക്കെ പോകും. വെറുതെ കിട്ടുന്ന പൈസ അല്ലല്ലോ. ഓരോ ആളുകൾ 500,000 വെച്ച് തരുമല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്ക് എത്ര പൈസ വേണം കുട്ടി വെച്ചിട്ട് കേട്ടാ. ഇത് നന്നായിട്ടൊന്ന് എഴുതിയിട്ട് അഡ്രസ്സും ഡീറ്റെയിലും വെച്ചിട്ട് ഇവിടെ കൊടുത്തിട്ട് വെക്കും. ശരി, അതൊക്കെ അക്കൗണ്ടിൽ പൈസ വരുമല്ലോ അല്ലേ? കുഴപ്പമില്ലല്ലോ. ഞാൻ ഇതാണ് ഇന്നലെ പറഞ്ഞില്ലേ, കല്യാണത്തിന്റെ കേസ് പറഞ്ഞില്ലേ, ഇതൊന്ന് കാര്യമായിട്ട് നോക്കണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാലേ അവരുടെ 5 കുട്ടികളാണ്. 5 പെൺകുട്ടികളല്ലേ നിങ്ങൾ പറഞ്ഞത്? 5 പെൺകുട്ടികളാണ്. വാപ്പില്ല. കുട്ടികളൊക്കെ പഠിച്ചത് തെറസിലാണ്. അവർക്ക് 2 കുട്ടികളുടെ കല്യാണമാണ്. നിങ്ങളിൽ 2 പവനുണ്ട് എന്ന് പറഞ്ഞില്ലേ? 2 പവനുണ്ട്. 2 പവൻ അവരുടെ കയ്യിലുണ്ട്. 8 പവൻ നമ്മൾ കൊടുക്കണം. അത് കൊടുത്താൽ 2 കുട്ടികൾ ഇറക്കാൻ പറ്റും. അതുപോലെ അവർക്ക് ക്യാൻസറുമാണ് അല്ലേ? ക്യാൻസർ അല്ലേ? അവർക്ക് തൊണ്ടയിൽ ക്യാൻസറുമാണ്. അപ്പോൾ വല്ലാത്തൊരു അവസ്ഥയാണ്. അത് നോക്കിയിട്ടൊന്ന് കൈകാര്യം ചെയ്യിക്കണം. നമ്മുടെ അക്കൗണ്ടിലേക്ക് അയക്കും വരും കേട്ടോ. 8 പവൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് ചെയ്യാം.
വീട്ടിലായിരിക്കുള്ളത്? ഇതെന്നാണ് കല്യാണം? ജനുവരി 3. നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ ഡീറ്റെയിൽ ഒക്കെ ഉണ്ടോ? അക്കൗണ്ട് നമ്പർ ഉണ്ടോ? ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ? ഉണ്ടോ? ഒരു കാര്യം ചെയ്യും, നിങ്ങളൊരു കാര്യം ചെയ്യാ, നിങ്ങളുടെ ബാങ്കിന്റെ പാസ്ബുക്കില്ലേ കല്യാണക്കത്തുണ്ടോ? കല്യാണക്കത്ത് അടിച്ചിട്ട് കല്യാണക്കത്ത് നിങ്ങളുടെ മഹല് കമ്മിറ്റിന്ന് ഒരു കത്ത് വാങ്ങിക്കുക. കാവശ്ശേരി ഈ പള്ളിയല്ലേ, മഹലിന്റെ ഒരു കത്ത് നിങ്ങളുടെ ബാങ്കിന്റെ പാസ്ബുക്കുമായിട്ട് ഇങ്ങോട്ടേക്ക് വരും കേട്ടാ. ഞാനിത് ചെയ്തുതരാം. ഇത് നിങ്ങളുടെ കയ്യിൽ വെച്ചോ, 3 വന്നാൽ മതി കേട്ടാ. ശരി, നിങ്ങൾ വന്നോളി. നാളെ മറ്റന്നാളൊക്കെ ഞാൻ അവിടെ ഉണ്ടാവും സാധനമൊക്കെ ആയിട്ട്. കല്ലായി കോഴിക്കോടാണല്ലേ? വീട്ടിലായിരിക്കുള്ളത്? ഞാനത് നോക്കിയിട്ട് വിളിക്കാം. ഞാൻ നോക്കിയിട്ട് നിങ്ങളെ ഫോണിൽ വിളിക്കാം കേട്ടോ. ഇതിൽ നമ്പർ എഴുതിയിട്ടുണ്ടോ? നിങ്ങളുടെ നമ്പർ ഉണ്ടാവും. ഞാൻ ഇത് നമുക്ക് ഫോണിൽ സംസാരിക്കാം കേട്ടോ. ഞാൻ വിളിക്കാം. നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ളൊരു സംഭവമല്ലേ, ഞാൻ വിളിക്കാം കേട്ടോ. ശരി. മാള് വന്നിട്ടുണ്ടോ? മോളും ഭർത്താവും മാത്രമേ ഉള്ളൂ? ഒരു കാര്യം ചെയ്യാം, ഇത് ഏതെങ്കിലും രോഗികളുടെ കേസിൽ ബാലൻസ് വരുമ്പോഴേ തരാൻ പറ്റും. അപ്പോൾ ബാലൻസ് വരുമ്പോൾ ഞാൻ ഇത് പരിഗണിക്കാം കേട്ടോ. 10ാം ക്ലാസ്സിൽ പഠിക്കാൻ വിടാൻ എന്താ പ്രശ്നം? +1 +2 ഒക്കെ ഗവൺമെന്റ് സ്കൂളിൽ ചേർത്തിക്കൂടെ? എന്താ അത് നമുക്ക് നോക്കാം. ഇത് ഞാൻ ഏതെങ്കിലും ബാലൻസ് വരുമ്പോൾ റെഡിയാക്കാം കേട്ടോ. മോൾക്കിപ്പോൾ മരുന്ന് കഴിക്കണ്ടോ? പൾട്ടീസിൽ എന്നാ കാണിക്കാൻ തുടങ്ങിയത്? 2 മാസമായിട്ടുള്ളൂ. ഓക്കെ, നമുക്ക് നോക്കാം കേട്ടോ. മകളിപ്പോൾ എന്തിനാ പഠിക്കുന്നത്? ഏതാ കുട്ടി? ഏതാ? ആണോ? എത്രയിലാ പഠിക്കുന്നത്? 9ാ.
ഇങ്ങനെ വണ്ടിൻ്റെ ഉള്ളിൽ ഒരു പേഴ്സൺ ഉണ്ട്. ഭർത്താവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? പണിക്ക് പോകാൻ കഴിയില്ല അല്ലേ? അച്ഛൻ പണിക്ക് പോകണില്ല ഇപ്പോൾ കൊച്ചിയിലാണോ താമസിക്കുന്നത്? ഇപ്പം എത്ര വാടക കൊടുക്കണം? എൻ്റെ കയ്യിലുള്ള ഞാനിപ്പോൾ തരാം, ബാക്കി ഞാൻ നിങ്ങളെ വിളിക്കാം കേട്ടോ. ഇതിപ്പോൾ കയ്യിലേക്ക് ഞാൻ ബാക്കി നിങ്ങളെ വിളിക്കാം കേട്ടോ. പെണ്ണുണ്ടോ താത്ത? പെണ്ണ് നോക്കാണ്. ഞാൻ നിങ്ങളെ വിളിക്കാം കേട്ടോ. കട്ടാക്കിട്ട് വിളിച്ചോണ്ടേ ഇരിക്കുന്നു. ഫോണിൽ വിളിക്കാം കേട്ടോ. നമുക്ക് എന്തെങ്കിലും ചെയ്യാം, വഴി ഉണ്ടാക്കാം കേട്ടോ. നമുക്ക് നോക്കാം, ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളെ വിളിക്കാം കേട്ടാ. നമുക്ക് എന്തെങ്കിലും ചെയ്യാം. 2 കുട്ടികളാ? ആ ഭക്ഷണം കഴിച്ചോ? അവിടുന്ന് കഴിച്ചോ? ആ തുറക്ക ഇതാ. ഉള്ളിക്ക് വയ്ക്കും, ഉള്ളി വയ്ക്കും കാശു. അവിടുന്ന് കഴിച്ചോ? എന്തായിരുന്നു ആർക്കാണ് ഷുഗർ വന്നിട്ട്? വണ്ടിയിലുണ്ടോ? ചെറുപ്പമാണ്. പഴുപ്പുണ്ട്, അതിനിപ്പോൾ നോക്കാൻ പറ്റില്ല. 2 മുറിച്ചെടുത്തോ? ഇപ്പൊ 2ലും പഴുപ്പുണ്ടോ? ഇല്ല, ഇതൊരു വീക്കാൻ കണ്ടില്ല. ഏതില്? ഇതൊരു ഇതൊരു പഴുപ്പുണ്ട് അല്ലേ? ഇതൊരു ഞങ്ങളുടെ വീട്ടിലേക്ക് വരാം കേട്ടാ. കാലം അങ്ങോട്ടാക്കിക്കോ, അങ്ങോട്ടിരിക്കാം. എവിടെയാ വീട്? അതെവിടെയാ? അപ്പോ ആളും നിങ്ങളും കുട്ടികളും മാത്രമാണോ വീട്ടിലുള്ളത്? വേറെ ആരുമില്ല? സമ്പാദിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇത് കാര്യമായിട്ട് നോക്കേണ്ട കേസാണ്. നിങ്ങളൊരു കാര്യം ചെയ്യാം, ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് വരാം. നമുക്കൊരു വീഡിയോ ചെയ്തു തരാം ഞാൻ ഇവർക്ക് കേട്ടാ. കാരണം ഒരു നിവൃത്തിയില്ലാത്ത കേസാണല്ലോ. അഡ്രസ് വാങ്ങിക്കുക. കത്ത് എഴുതി തന്നിട്ടുണ്ടോ? അപ്പൊ നിങ്ങള് അങ്ങോട്ട് നിന്നോ, ഞാൻ നിങ്ങൾ വാങ്ങിക്കാം കേട്ടാ. വേറെ അടുത്ത ഇന്നലെ ആശുപത്രി പോയോ? ഇപ്പൊ എവിടെയാണ്? എവിടെയാ പ്രശ്നം? എവിടെയാ? നല്ല വേദന ഉണ്ടോ? ഇതുവരെ എവിടെയും കാണിച്ചിട്ടുണ്ടായിരുന്നു? അവിടെ നിന്ന് എന്താ പറഞ്ഞത്?
അപ്പൊ RCC കാണിക്കായിരുന്നില്ലേ, തിരുവനന്തപുരം RCC? നിങ്ങൾ എന്താണെന്നറിയോ, ഈ അസുഖത്തിന് നിങ്ങൾ പ്രൈവറ്റ് ആശുപത്രിയിൽ പോയാൽ വീട് വിറ്റാലും തീരൂല. അതായത് നമുക്കിപ്പോ നമ്മൾ ഗവൺമെന്റ് ആശുപത്രികളിൽ പോകുമ്പോൾ ചിലപ്പോ ഒന്ന് നിങ്ങൾക്ക് ഒരു എന്താ പറയാ വാർഡിൽ കിടക്കേണ്ടി വരും, വലിയ കാര്യമായിട്ടുള്ള ഒരു ഇതൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേങ്കിൽ നിങ്ങൾക്ക് ചെലവ് കുറവാണ്. നേരെ മറിച്ച് നിങ്ങൾ പ്രൈവറ്റ് ആശുപത്രിയിൽ പോകുമ്പോൾ നിങ്ങളെ നോക്കാൻ നഴ്സുമാരും ഡോക്ടർമാരും ഇങ്ങനെ 2-3 പ്രാവശ്യം വന്നുമൊക്കെ ചെയ്യും. പക്ഷെ ഈ വരുന്നതിനൊക്കെ ബില്ല. അതായത് നിങ്ങൾ ആശുപത്രി വിടുമ്പോൾ ലക്ഷക്കണക്കിന് റുപ്യ കെട്ടണം. ഏറ്റവും നല്ലത് RCC പോവാ, അവിടെ പോയിട്ട് കാണിക്കുക. ഇനി നിങ്ങൾക്ക് അവിടെ താമസിക്കാനോ പിടിക്കാനോ ഭക്ഷണത്തിനോ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടെ CH സെന്റർ ഉണ്ട് ലീഗിന്റെ. ഞാൻ വേണമെങ്കിൽ അവിടെ ഒരു കത്ത് വാങ്ങിച്ചു തരാം. നിങ്ങൾ അവിടെ പോയാൽ നിങ്ങൾക്ക് അവിടെ താമസിക്കുകയും ചെയ്യാം, അവിടെ ഭക്ഷണവും കിട്ടും, നിങ്ങൾക്ക് RCC പോയിട്ട് കാണിക്കുകയും ചെയ്യാം. ഏറ്റവും നല്ലത് അതാണ്. ബാക്കി നിങ്ങൾ എന്ത് ചെയ്താലും പൊട്ടത്തരാണ്. വെറുതെ ഉള്ള വീട് വിൽക്കേണ്ടി വരും, ആധാരം പണയപ്പെടുത്തേണ്ടി വരും ചികിത്സിക്കാൻ വേണ്ടിട്ട്. ഇത് വേഗം മാറുന്ന അസുഖമല്ലല്ലോ. ഈ ക്യാൻസർ എന്ന് പറഞ്ഞാല് പതുക്കെ പതുക്കെ മാറുന്ന അസുഖമാണ്. നിങ്ങൾ 2-3 കൊല്ലം ചികിത്സ നടത്തണം. നിങ്ങൾ ഒറ്റ പ്രാവശ്യം പോയി വന്നാൽ തന്നെ ഏകദേശം നിങ്ങളുടെ കയ്യിലുള്ളതൊക്കെ തീരും. നിങ്ങൾ അവസാനം നിങ്ങൾ RCCക്ക് തന്നെ പോവാന്ന് പറയാം. അതിനേക്കാളും നല്ലത് തുടക്കത്തിൽ തന്നെ നിങ്ങൾ RCCക്ക് വെക്കോ. നമുക്ക് ഒരു നിവൃത്തിയില്ലെങ്കിൽ നോക്കണല്ലേ നല്ലത്. നിങ്ങളൊരു കാര്യം ചെയ്യ്, മാഷിനെ പോയി കണ്ടിട്ട് CH സെന്ററിലേക്ക് ഒരു കത്ത് വാങ്ങിക്കും. ഞാനത് വിളിച്ച് പറയുകയും ചെയ്യാം. എന്നിട്ട് അവിടെ പോയിട്ട് നിങ്ങൾ അവിടെയും ഡോക്ടേഴ്സ് ഉണ്ട്, നോക്കാനും പിടിക്കാനും അവിടെ ആൾക്കാരുണ്ട്. അതിനുശേഷം അവിടെ നിന്ന് നിങ്ങൾക്ക് RCCക്ക് പോയി വരാം. അപ്പൊ നിങ്ങൾക്ക് ഒരു ചെലവുമില്ല. ഇനി അവിടെ ആംബുലൻസ് വേണമെങ്കിൽ അവർ ആംബുലൻസ് വിട്ടുതരും. അതുപോലെ തന്നെ ഭക്ഷണം അവിടെ തരും, താമസ സൗകര്യം അവിടെ തരും, മരുന്നും CH സെന്ററിൽ കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ചെലവില്ല. ബാക്കി എന്തെങ്കിലും വരികയാണെങ്കിൽ അത് ഞാനും ചെയ്തുതരാം. ആ മറ്റേ പയ്യല്ലേ, ഒരു 10,000 നോട്ട് എടുക്കണ്ടേ, ഞാനവിടെ വിളിച്ച് പറയാം. നിങ്ങൾ മാഷിനെ കണ്ട് കത്ത് വാങ്ങിച്ചിട്ട് എന്നെ വിളിക്കാണ് വിളിക്ക്. ഏറ്റവും നല്ലതാ. അല്ലെങ്കിൽ വെറുതെ ഉള്ള പൈസനെ കളയണ്ട. നിങ്ങൾ പറയണത് കേട്ടോ. ഒരു ഐഡിയ പറഞ്ഞത് ഒഴിവാക്കിയതല്ല, ഇതാണ് അതിന്റെ കറക്റ്റ് റൂട്ട്. ഇത് കൂടെ പോയിട്ടില്ലെങ്കിൽ നിങ്ങൾ കുടുങ്ങും. ഏറ്റവും നല്ല ചികിത്സ കിട്ടുന്നത് എവിടെയാണെന്നറിയോ? കേരളത്തിൽ ക്യാൻസറിന് ഒന്ന് RCC, പിന്നെ ഒന്ന് മലബാർ ക്യാൻസർ സെന്റർ. ഇത് കഴിഞ്ഞിട്ടേ പ്രൈവറ്റ് ആശുപത്രികൾ കിട്ടുള്ളൂ. അതുകൊണ്ട് ഗവൺമെന്റിന്റെ സംവിധാനം കഴിഞ്ഞിട്ട് ഇപ്പുറത്തേക്ക് വന്നാൽ മതി. ശരി, നിന്റെ നമ്പർ ഉണ്ടല്ലോ, ഞാൻ നിന്നെ വിളിക്കാം, ഫോണിൽ വിളിക്കാം. ഇതാരുടെ നമ്പർ? നിങ്ങളുടെ നമ്പറാ. ഞങ്ങളെ വിളിക്കാം. നിങ്ങളെ കത്ത് വാങ്ങിക്കും, ഞങ്ങളെ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം കേട്ടോ. ഈ മുഖം എവിടെയോ കണ്ട് പരിചയമുണ്ടല്ലോ. 3 വർഷം മുമ്പ് എന്താ വിശേഷം? വീണ്ടും എങ്ങോട്ട് പോകുന്ന ഇപ്പോഴും ബാധിക്കുന്നുണ്ടോ? പക്ഷെ വീണ്ടും ബ്ലോക്ക് വന്ന് തുടങ്ങി. അപ്പോ കഴിഞ്ഞ മെയ്യിൽ പോകേണ്ടതായിരുന്നു. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. സർജറിക്ക് വേണ്ടത് ഇനി സർജറി ഇല്ല. ഇനിയിപ്പോ ഇവര് കോളേജ് ചുരുങ്ങി വരികയാണ് ഇവിടെ നിങ്ങോട്ട്. അപ്പൊ അതിനിപ്പോ 85,000 രൂപ കാണുന്നവർ പറയും. ഇപ്പൊ ഇനിയിപ്പോ 17-ാം തീയതി പോകും. അപ്പൊ ഒരു മാർഗം ഇല്ലാത്ത കൊണ്ടാണ് ഞാൻ 2 പ്രാവശ്യം ഇവിടെ വന്നു. ഇന്നലെ വന്നു, പിന്നെ വന്നു. കാണാൻ പറ്റില്ല. ഫോണിൽ വിളിച്ചിട്ട് എനിക്ക് പറ്റിയില്ല. ഞാൻ ഏതെങ്കിലും ബാലൻസോ കാര്യങ്ങളൊക്കെ ഞാൻ ഇനി മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണെന്ന് എനിക്കൊരു ശരിയില്ല. എപ്പോഴാ പോവാ? ഇതിപ്പോ 14-ാം തീയതി ഇപ്പൊ ലാസ്റ്റ് തങ്ങളതല്ലേ അത് കൊടുക്കും. എന്തെങ്കിലും ഉണ്ടോ? ഞാൻ 14-ാം തീയതി പോകേണ്ടത്. ഏതെങ്കിലും കേസിൽ ബാലൻസ് നമുക്ക് പരിഗണിക്കാൻ പറ്റും. എന്താ വിശേഷമാണ്? നിങ്ങൾ മാസ്ക് ഒക്കെ ഇട്ട് തന്നാൽ ഞാൻ എങ്ങനെ കാണാൻ നിങ്ങൾ അറിയാം. കല്യാണത്തിന് 2 ദിവസത്തിനുള്ളിൽ വരും. നിങ്ങൾ പോയിക്കോളൂ കേട്ടോ. നിങ്ങൾ വിളിക്കാം. വേണ്ട നിങ്ങളെ നമ്പറില്ലേ? വിളിക്കാം.
ആ അറിയാം. എന്തേലും ഇത് വേണം. കാരണം ഇപ്പോൾ ചികിത്സ മുടങ്ങി കിടക്കുന്നു. എന്നാ പോവാൻ പറഞ്ഞിരിക്കുന്നത്? എനിക്ക് ഡിസംബർ 17 കിട്ടിയിരിക്കുന്നത്. പിന്നെ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ആ ഡിസംബർ 17 ഡേറ്റ് കിട്ടിയതാ പക്ഷെ പൈസ ഇല്ല. ഏതെങ്കിലും ബാലൻസ് വന്നാൽ ഒരു ഫസ്റ്റ് പരിഗണിക്കാൻ വേണ്ടി വെക്കണം. എനിക്ക് ആളെ മനസ്സിലായോ? വീഡിയോ ചെയ്തല്ലേ? നമ്മളൊരു വീഡിയോ ചെയ്ത് സർജറി കഴിഞ്ഞ് അല്ലേ വീണ്ടും അസുഖം മാറുന്ന അസുഖമല്ല. പക്ഷേ ഈ ഒരുപാട് ആളുകളുണ്ടേ ഒരു രോഗിക്ക് വീഡിയോ ചെയ്ത് കൊടുത്ത് കുറെ കഴിയുമ്പോൾ പിന്നെയും എന്തിനാണെന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. വിൻസെന്റ് നിങ്ങൾ താത്തിക്കേ, ഇത് വിൻസെന്റിന് വൻകുടല് എങ്ങനെയായിരുന്നു? അതെ, ചെറുകുടല് ക്രോൺസ് ഡിസീസ് എന്നാണ് അസുഖത്തിന്റെ പേര്. കുടലിനെ ബാധിക്കുന്നതാണ്. കുടലിനെ ബാധിക്കണതാ. ഞാൻ കാണുമ്പോ മലം പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ട് ഒരു കവറൊക്കെ ഇങ്ങനെ വയറിൽ കെട്ടി തൂക്കിയിട്ട് നടന്നതാ. അന്ന് നമ്മളൊരു വീഡിയോ ചെയ്തിട്ട് വിൻസെന്റിന്റെ സർജറി ഒക്കെ കഴിഞ്ഞ് വിൻസെന്റ് സുഖമായിരുന്നു, ഒരുപാട് സന്തോഷത്തോടെ നമ്മുടെ അടുത്തേക്ക് വന്നതാണ്. ഇപ്പൊ വീണ്ടും കുടല് ചുരുങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇനിയും സർജറി വേണം അല്ലേ? സർജറി ഇപ്പോൾ കുടല് വികസിപ്പിക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് വേണമെന്ന് പറയുന്നത്. അതിൽ ഫലം കണ്ടില്ലെങ്കിൽ ഞാനിത് നോക്കാം കേട്ടാ. ആദ്യത്തെ നിങ്ങളെ പരിഗണിക്കും. ഏതെങ്കിലും കേസിൽ ബാലൻസ് പൈസ വന്നാല് ആദ്യത്തെ നിങ്ങളെ പരിഗണിക്കും. നമുക്ക് ചെയ്യാം കേട്ടോ. എങ്ങനെ വന്നത്? വണ്ടിയിലെ വന്നു. വണ്ടി ഉണ്ടാവും. വണ്ടി വന്ന് സ്പോൺസർ ചെയ്തു. അത് ഞാൻ അറിഞ്ഞു. വേറെ ആരാ? നിങ്ങൾ വെക്കോ, നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നോളൂ കേട്ടാ. ഇന്ന് നാളെ ആയിട്ട് നിങ്ങളുടെ പ്രശ്നം. ഫോൺ നമ്പർ വേണമെന്നില്ല, കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാലോ. ഇന്ന് നാളെ ആയിട്ട് അക്കൗണ്ടിൽ പൈസ വരും, നിങ്ങളുടെ പ്രശ്നം തീരും. അത് അക്കൗണ്ടിൽ വന്നതിന് ശേഷം ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരും കേട്ടാ. വണ്ടി കൊണ്ട് എടുക്കണോ? അവിടെ വണ്ടി കൊണ്ട് ഇല്ല നോക്കാന്ന് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ വെക്കോ കേട്ടാ. നടക്കാൻ പറ്റുമോ? ഇത് മുന്നൂറിൽ തങ്ങൾ ലെറ്റർ കൊടുത്തതല്ലേ? ആ കൊണ്ടോ നോക്കാം. അതിന് ഇത്രയൊക്കെ പൈസ നമുക്കൊന്ന് പഠിക്കാനുണ്ട്. കാരണം എന്താ പറയുക, നമ്മളൊരു ചികിത്സ എന്നൊക്കെ പറയുമ്പോൾ ചെറിയ ഒരു ചികിത്സന്റെ ബാധ്യത 2 ലക്ഷം 3 ലക്ഷം 4 ലക്ഷം ശിക്ഷിക്കുക. ഇത്രയും വലിയൊരു എമൗണ്ടൊക്കെ നമ്മളെടുക്കുക, ഇത് നമുക്ക് തീർക്കാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അല്ല എനിക്ക് മനസ്സിലായി. പക്ഷേ നമുക്ക് എന്താണെന്ന് അറിയാം, ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ഇതാക്കണം കേട്ടോ. നിങ്ങളുടെ കയ്യിലാക്കാം. ഞാൻ പഠിക്കട്ടെ, ഞാൻ നിങ്ങളെ വിൽക്കാം. ആയിക്കോട്ടെ, നമുക്ക് നോക്കാം കേട്ടോ. പിന്നെ 10:30 പരിപാടി ഞങ്ങളെ വിളിക്കാം, ഫോണിൽ വിളിക്കാം കേട്ടോ. കഴിഞ്ഞു. നമുക്ക് ഫോണിൽ സംസാരിക്കാം കേട്ടോ. കേസോ? അല്ല എനിക്ക് മനസ്സിലായി. ഇതെന്താന്നറിയോ, നമുക്ക് സംസാരിക്കാനുണ്ട്. ഞാൻ ഫോണിൽ സംസാരിക്കാം. ഈ കടം ബാധ്യത കേസൊക്കെ ഉണ്ടല്ലോ, അത് നമുക്ക് പഠിച്ചിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ നിങ്ങളെ വിളിക്കാം. ഇതിൽ നിങ്ങളുടെ നമ്പർ ഉണ്ടല്ലോ, ഞാൻ നിങ്ങളെ അങ്ങോട്ട് വിളിക്കാം. നമുക്ക് സംസാരിക്കാം. കഴിഞ്ഞില്ലേ? ഞാൻ ആരെങ്കിലുണ്ടോ? ഇല്ല, 10:30 അവിടെ വിളിച്ചോണ്ടിരിക്കുന്നു. അവിടെ ഉദ്ഘാടനത്തിന്റെ ആൾക്ക് 2 മണിക്കൂർ ഓടുണ്ട്. ചില ദിവസം ഞാൻ പോയിക്കോട്ടെ. മറന്നു